തിരുവനന്തപുരം വഴുതക്കാട്ടുണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ വാഹനമിടിച്ച നടൻ മണിയമ്പിള്ള രാജു അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് മണിയമ്പിള്ള എത്തുക. മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷബീദ്, അദ്ദേഹം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞോ? അദ്ദേഹം തനിച്ചാണോ ഹാജരായതോ അഭിഭാഷകനൊപ്പമാണോ അവിടെ ഹാജരായത്? അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മണിയമ്പിള്ള രാജു എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അഭിഭാഷകരടക്കമുള്ള ആളുകൾ പോലീസുമായി സംസാരിച്ചിരുന്നു, ഇവിടുത്തെ SHOയുമായി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെ ഇപ്പോൾ അദ്ദേഹം മണിയമ്പിള്ള രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഏതായാലും അദ്ദേഹം ഇറങ്ങിയ ശേഷം പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 10 മണിക്ക് അപകടം ഉണ്ടാകുന്നു. അതിനുശേഷം CCTV കാണാൻ പറ്റും. പിന്നെ എന്തോ നിർത്താതെ പോയെന്താണ്? നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും അത് സുഖമില്ല, ഞാൻ പാനിക്കായി പോയി. സാവകാശം എല്ലാവർക്കും ഉള്ള സമയം തരാം. ബാക്കിലോട്ട് പിടിച്ചാൽ പുള്ളിയുടെ ആ ഒരു ടെൻഷൻ മനസ്സിലാക്കി എല്ലാവരും കൂളാവും. എല്ലാവരും ഒന്ന് കൂളായതിനു ശേഷം ആവശ്യമുള്ളത് ചോദിക്കും. കുറച്ച് ബാക്കിലോട്ട് നിന്നോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു തന്നിട്ടേ പോവുള്ളൂ. ഓക്കെ, ചോദിച്ചോളൂ. അതെ, ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറിഞ്ഞില്ല, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പം ചിക്കൻ കുനിയ അടിച്ചാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്. രാത്രി വന്നാൽ മതി. പിന്നെ അത് തീർച്ചയായും കൊടുക്കണമല്ലോ. അല്പസമയം മുൻപാണ് അദ്ദേഹം മ്യൂസിയത്തിലേക്ക് എത്തി. അദ്ദേഹം ഇപ്പോൾ പോലീസിനോട് സംസാരിക്കും കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നടപടി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം 10 മണിക്ക് അപകടം ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോയതാണ്. കാരണം ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, മദ്യപിച്ചിരുന്നില്ല, പാനിക് ആയതുകൊണ്ട് വാഹനം നിർത്താതെ അവിടെ നിന്ന് പോയതാണ്. പക്ഷേ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളെ വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഉള്ളത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട FIR എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. മണിയമ്പിള്ള രാജു തന്നെയാണ് വാഹനം ഓടിച്ചതെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. CCTV അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇന്നലെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. സ്കൈൻ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ചെന്നിട്ടുള്ളത്. മ്യൂസിയം പോലീസാണ് FIR ഇട്ടത് ഇക്കാര്യത്തിൽ. ഇന്ന് വെളുപ്പിനാണ് ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുന്നിൽ വെച്ച് സ്കൂട്ടറിൽ വന്ന 2 പേർ വളരെ വേഗത്തിലാണ്, ഓവർ സ്പീഡിലായിരുന്നു എന്ന് പറയുന്നു. മണിയമ്പിള്ള വണ്ടിയുമായി കൂട്ടിയിടിച്ച് 2 പേർക്ക് ചെറിയ രീതിയിലോ ആണോ വലിയ രീതിയിലാണോ പരിക്കേറ്റെന്നറിയില്ല. എന്തായാലും പോലീസ് FIR ഇട്ടു. അവിടെ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.